ഒരു പാർട്ടിക്ക് വേണ്ടി മാത്രം നിൽക്കില്ലെന്ന ഫുട്ബോൾ താരം IM വിജയൻ. സുരേഷ് ഗോപിയടക്കം പല ആളുകളും തന്നോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടു. ഞാൻ എല്ലാവർക്കും ഒപ്പമുണ്ടാകും. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല. രാജ്യസഭാംഗമാകാൻ ആവശ്യപ്പെട്ടാൽ സ്വീകരിക്കും. ഏതു പാർട്ടി രാജ്യസഭാ സീറ്റ് നൽകിയാലും സ്വീകരിക്കുമെന്നും IM വിജയൻ തൃശ്ശൂരിൽ പറഞ്ഞു. എന്നെ സംബന്ധിച്ച് ഈ 3 പേര് എൻ്റെ കൂടെയുണ്ട്. അപ്പം എനിക്കൊരു പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നിൽക്കാൻ പറ്റില്ല. അപ്പം എല്ലാവരും എന്നെ കൽക്കട്ടയിൽ നിന്ന് മറ്റേ ഒരിക്കലും വിളിച്ചില്ല, ഇതേവരെ ലൈഫിൽ വിളിച്ചില്ല. അപ്പോൾ ഞങ്ങളുടെ ദാസ് മുൻഷി എന്ന് പറഞ്ഞിട്ട് പ്രസിഡൻ്റ് ആയിരുന്നു പണ്ട്. ആൾ മരിച്ച്, ആൾ കോൺഗ്രസിൻ്റെയാണ്. അപ്പോൾ ആളുടെ വൈഫ് വിളിച്ചിട്ട് പറഞ്ഞു ഇലക്ഷൻ നിൽക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു പറയാം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇതിപ്പോൾ അടുത്ത് ഒരു 3 ആഴ്ച മുന്നേ അത് മോദി സാർ വിട്ടിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു ഡൽഹിയിൽ നിന്ന്. അപ്പോൾ ഞാൻ തന്നെ പോയി പിക്ക് ചെയ്തതാണ് രജിസ്ട്രേഷനിൽ നിന്നിട്ട് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച്. അപ്പോൾ ആളെ ഇലക്ഷൻ ഇല്ലടേക്കാണ്. ഞാൻ പറഞ്ഞു ഇല്ല സാർ, ഞാൻ ഇലക്ഷൻ നിൽക്കുന്നില്ല. അപ്പോൾ അങ്ങനെ പിന്നെ സുരേഷ് ഏട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്തായാലും നിൽക്കണം എന്നൊക്കെ പറഞ്ഞു. എനിക്ക് എൻ്റെ ഈ ഒരു സ്നേഹം മതി. എനിക്ക് വേറെ അങ്ങനെ ഒരു പാർട്ടിയായിട്ട് ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ല. എല്ലാവരും വേണം എനിക്ക്. തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് ഷാഫ് സാറ് വിട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കോൺഗ്രസ് അല്ല, മറ്റേ CPM മറ്റേ ഇവർ അടുത്ത വർഷം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഷാഫ് സാറിന് അറിയാമല്ലോ ഞാൻ നിൽക്കില്ല എന്നറിയാമല്ലോ എന്ന് ഞാൻ പറഞ്ഞേ. ഇല്ല ഒരിക്കലും ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ ഒരിക്കലും നിൽക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. മത്സരിക്കാൻ ആവശ്യപ്പെട്ടത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്താണ്. തീർച്ചയായിട്ടും. ഇതിപ്പോൾ ഒരു 4 ദിവസം മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ചേട്ടാ, ഞാൻ നിൽക്കില്ല ചേട്ടാ എന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല, കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നെ ഇരുതേ. ഞാൻ പറഞ്ഞു വേണ്ട ഇത് പറഞ്ഞു അവരുടെ. ഏത് പാർട്ടിക്കും വേണമെങ്കിൽ രാജ്യസഭാ സീറ്റ് നൽകാം, സ്വീകരിക്കും. തീർച്ചയായിട്ടും. അതൊരു MP കിട്ടാന്ന് പറഞ്ഞാൽ അത് സ്പോർട്സിൻ്റെ ഇതിൽ കിട്ടിയാലും പോകുള്ളൂ. അല്ല അവിടെ നിന്നിട്ട് ഈ പാർട്ടിയിൽ ചേരും ആ പാർട്ടിയിൽ ചേരും എന്ന് പറഞ്ഞാൽ നടക്കില്ല. അത് ഏത് പാർട്ടി വന്നാലും MP സ്ഥാനം കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ എല്ലാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇനി വരില്ലല്ലോ. ഇനിയിപ്പോൾ എല്ലാവരും ഇതിപ്പോൾ കേരളത്തിലല്ല, ഇനിയിപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആരെങ്കിലും ചോദിക്കാൻ പറ്റില്ല. അത് എല്ലാ കൊല്ലം ഉള്ളതാണ്. പക്ഷേ ഈ കൊല്ലം കുറച്ച് കൂടുതലായിരുന്നു. അതാണിപ്പോൾ അമിത്ഷാ വിട്ടിട്ട് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അമിത്ഷാൻ്റെ മെയിൻ ആളായിരുന്നു വന്നത്. അപ്പോൾ ആളെടുത്ത് ഞാൻ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് ഞാൻ തന്നെ പിക്ക് ചെയ്ത്. 2 പേരും അമിത്ഷാ പറഞ്ഞു 2 പേരും ഒരേ മാതിരി തന്നെയല്ലേ. അപ്പോൾ ഞാൻ തന്നെ പിക്ക് ചെയ്തിട്ട് എൻ്റെ വണ്ടിയിൽ കൊണ്ടുപോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കൊണ്ടുപോയത്. അപ്പോൾ ഞാൻ പറഞ്ഞു സാറിൻ്റെ അടുത്ത് ഞാൻ നിൽക്കില്ല സാർ എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു ചേട്ടാ, ഞാനെപ്പോഴും പറഞ്ഞ ചേട്ടാ എന്തിനാ ഇലക്ഷൻ എടുത്തത്, നിങ്ങളുടെ MP സ്ഥാനത്താ ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു. ഇപ്പോൾ PT ഉഷയ്ക്കും സച്ചിനും ഇവർക്കൊക്കെ കൊടുത്തല്ലേ, ഞാൻ അതിൽ പാർട്ടി നോക്കില്ല, ഞാൻ വരാമെന്ന് പറഞ്ഞു.